നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കച്ചേരിത്താഴത്ത് നടുറോഡിൽ സംഘർഷം. സ്വകാര്യ ബസ് ജീവനക്കാരും ബൈക്ക് യാത്രികരായ യുവാക്കളും തമ്മിലാണ് തർക്കവും സംഘർഷവും ഉണ്ടായത്. സംഘർഷത്തിന് കാരണം സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തിയത്. ജനവാസ മേഖലയിൽ പുതിയ കള്ളുഷാപ്പ്. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് 5ാം ക്ലാസ്സുകാരി. കത്തയച്ചത് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇവാനിയ മരിയ സജേഷ്. സഹപ്രവർത്തകനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാക്കിയ പരാതി അബദ്ധത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസായി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് പുലിവാൽ പിടിച്ചത്. ആഴ്ചകളായി ഇരുട്ടിൽ. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പരിസരത്ത് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം. LDF കൗൺസിലർമാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആഡംബര ബൈക്ക് മോഷ്ടിച്ച കേസ്. 3 യുവാക്കളെ അറസ്റ്റ് ചെയ്ത കൂത്താട്ടുകുളം പോലീസ്. ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടിയത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ. വാർത്തകൾ വിശദമായി. കച്ചേരിത്താഴത്ത് നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരും ബൈക്ക് യാത്രികരായ യുവാക്കളും തമ്മിൽ തർക്കവും സംഘർഷവും. ബൈക്കിലെത്തിയ 2 യുവാക്കൾ സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയെന്നാരോപിച്ചാണ് സംഘർഷം നടത്തിയത്. മൂവാറ്റുപുഴയുടെ നഗരഹൃദയമായ കച്ചേരിത്താഴത്ത് വീണ്ടും നടുറോഡിൽ പരസ്യമായ തർക്കവും സംഘർഷവും. കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന് മുന്നിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ തർക്കവും സംഘർഷവും അരങ്ങേറിയത്. ബൈക്കിലെത്തിയ 2 യുവാക്കൾ സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ് തടഞ്ഞതോടെ മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ഇടപെട്ടു. തുടർന്ന് നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ബൈക്ക് യാത്രികനായ യുവാക്കളിൽ ഒരാളെ റോഡിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മുൻപും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവറും ബൈക്ക് യാത്രികനും തമ്മിൽ ഉണ്ടായ കയ്യാങ്കളി വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ വീണ്ടും കച്ചേരിത്താഴത്ത് സംഘർഷമുണ്ടാകുന്നത്. നിസാര കാര്യങ്ങൾക്ക് നടുറോഡിൽ കയ്യാങ്കളി ഉണ്ടാക്കുന്നതും ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്നതും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതുമായ ഇത്തരം പ്രവണതകൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനവാസ മേഖലയിൽ പുതിയ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് 5ാം ക്ലാസ്സുകാരി. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇവാനിയ മരിയ സജേഷാണ് ഷാപ്പ് തുടങ്ങുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. മാറാടിയിലെ ജനവാസ മേഖലയിൽ പുതിയ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് 5ാം ക്ലാസ്സുകാരി. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇവാനിയ മരിയ സജേഷാണ് പ്രദേശവാസികളുടെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചത്. മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിൽ സിയോൺ ഹൌസിന് സമീപം പുതിയ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധം നടത്തി വരികയാണ്. സ്കൂളിൽ പോകുന്ന 50-ലധികം കുട്ടികൾ കളിച്ചു നടക്കുന്നതും കാത്തു നിൽക്കുന്നതുമായ സ്ഥലത്താണ് ഷാപ്പ് വരുന്നത്. ഷാപ്പ് തുടങ്ങുന്നതിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശവാസികളും കുട്ടികളുടെ മാതാപിതാക്കളും ചേർന്ന് ശക്തമായ സമരം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ പോലീസുകാരും കള്ളുഷാപ്പ് അധികൃതരും നാട്ടുകാരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായതായും ഇത് കുട്ടികളിൽ വലിയ ഭയമുണ്ടാക്കിയതായും ഇവാനിയ കത്തിൽ വ്യക്തമാക്കി. ഷാപ്പ് വരുന്നതോടെ കുട്ടികളുടെ സുരക്ഷയെയും പ്രദേശത്തെ സമാധാന അന്തരീക്ഷത്തെയും ബാധിക്കുമെന്നാണ് ഇവാനിയയുടെ പരാതി. ഇവിടെ ഈ ഷാപ്പ് വരുന്നത് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മുഖ്യമന്ത്രി VD സതീശൻ സാറിന് കത്തെഴുതി കഴിഞ്ഞ് ഷാപ്പ് ഇവിടെ നിന്ന് മാറ്റി തരുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അടുത്ത ദിവസം തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളും ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഒന്ന് കളിക്കുമ്പോൾ ഇവിടെ ഉള്ള ശബ്ദങ്ങൾ കാരണമാണ് എനിക്കിങ്ങനൊരു ലെറ്റർ എഴുതേണ്ട ആവശ്യമുണ്ടായത്. കഴിഞ്ഞ 1 മാസമായി ഞങ്ങൾ ഷാപ്പ് തുടങ്ങുന്നത് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ സമരത്തിൽ പങ്കുചേർന്നു. തങ്ങളുടെ നാട്ടിലെ സമാധാനം തകർക്കുന്ന കള്ളുഷാപ്പ് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തങ്ങളെ സഹായിക്കാൻ മുഖ്യമന്ത്രിക്ക് മാത്രമേ സാധിക്കൂവെന്നും ഇവാനിയ കത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു.
28 ദിവസമായി സമരം നടത്തുകയാണെന്നും പ്രദേശത്ത് ഷാപ്പ് വേണ്ടെന്നുമാണ് ആവശ്യമെന്നും ഇവാനിയയുടെ അമ്മ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ഒരു 28 ദിവസമായിട്ട് ഇവിടെ സമരത്തിലാണ്. കള്ള് ഷാപ്പ് വേണ്ട, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ഒരു സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ സമരപ്പന്തലിലേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളെ അധികം കൊണ്ടുവന്നിരുന്നില്ല. അവധി ദിവസങ്ങളിലെല്ലാം ഇവരെ വീട്ടിൽ തനിച്ചാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവരെയും കൂട്ടിയാണ് ഇവിടെ വന്ന് സമരം ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം മോള് എനിക്കൊരു ലെറ്റർ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ആദ്യമായിട്ടൊരു തമാശയായിട്ടാണ് ഞാനും എഴുതുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇവള് ഇങ്ങനെ ഒരു നിവേദനം പോലെ എഴുതി എൻ്റെ കൈ കൊണ്ട് തന്നു. അപ്പോൾ ഞാനത് ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരി, നമുക്കിത് പ്രൊസീഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ സമരസമിതിയുടെ ആൾക്കാരെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിതൊരു ലെറ്ററായിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതൊരു കാര്യത്തിനും ഒരു പരിഹാരം എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് അപേക്ഷയായിട്ട് ചെല്ലാനാണ് ഞങ്ങളുടെ തീരുമാനം. ഷാപ്പ് ഇവിടുന്ന് മാറ്റുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് കൈമാറാനാണ് ഇവാനിയയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. സഹപ്രവർത്തകനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാക്കിയ പരാതിക്കത്ത് അബദ്ധത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥൻ. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്ഥലവും പേരുമില്ലാത്ത കത്തിന്റെ ചിത്രം വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തത്. സഹപ്രവർത്തകനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാക്കിയ പരാതിക്കത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ അബദ്ധത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസാക്കി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് സ്ഥലവും പേരുമില്ലാത്ത കത്തിന്റെ ചിത്രം സ്വന്തം വാട്സപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്ത് പുലിവാല് പിടിച്ചത്. സ്റ്റേഷനിലെ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാൻ പൊളിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നെന്നും ഇയാളെ അടിയന്തരമായി സ്ഥലം മാറ്റണമെന്നുമാണ് കത്തിലെ ഉള്ളടക്കം. പരാതി സോഷ്യൽ മീഡിയയിൽ കണ്ട് പ്രശ്നം വഷളായതോടെ അബദ്ധം തിരിച്ചറിഞ്ഞ് ഉദ്യോഗസ്ഥൻ സ്റ്റാറ്റസ് പിൻവലിച്ചു. എന്നാൽ അതിനോടകം തന്നെ മറ്റ് സഹപ്രവർത്തകരും നാട്ടുകാരും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. വിവാദത്തിലായ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ജനറൽ ട്രാൻസ്ഫറിൽ പുത്തൻകുരിശ് സ്റ്റേഷനിലേക്ക് മാറിയിരുന്നു. എന്നാൽ 3 മാസത്തിന് ശേഷം വീണ്ടും സ്വാധീനം ഉപയോഗിച്ച് മൂവാറ്റുപുഴ ട്രാഫിക്കിലേക്ക് തിരികെ ട്രാൻസ്ഫർ വാങ്ങി നിലവിൽ പ്രത്യേക സ്ക്വാഡിൽ ജോലി നോക്കുകയാണ്. സാധിക്കുമെങ്കിൽ അങ്കമാലിയിലേക്കോ പെരുമ്പാവൂരിലേക്കോ ദൂരേക്ക് സ്ഥലം മാറ്റണമെന്നാണ് പരാതിയിലുള്ളത്. വിഷയം പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയെന്നതാണ് വിലയിരുത്തൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഇത് കടുത്ത അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന് വിലയിരുത്തിയ വകുപ്പ് അധികൃതർ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും പോലീസ് സേനയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സഹപ്രവർത്തകനെതിരെ പരാതി എഴുതി ഒടുവിൽ സ്വയം കുടുങ്ങിയത്. മൂവാറ്റുപുഴ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഏരിയ സെന്ററിലേക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കനിവ് ജില്ലാ പ്രസിഡന്റ് എസ് സതീഷ് ചടങ്ങിൽ ചെക്ക് ഏറ്റുവാങ്ങി. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് മൂവാറ്റുപുഴ ഏരിയ സെന്ററിലേക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളും സുമനസ്സുകളും നൽകിയ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ 4 വർഷമായി മൂവാറ്റുപുഴ കോടതിക്ക് എതിർവശം പ്രവർത്തിക്കുന്ന കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിൽ ഡോക്ടറുടെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും കീഴിൽ സൗജന്യ ഫിസിയോതെറാപ്പി സേവനമാണ് നൽകി വരുന്നത്. കനിവ് ജില്ലാ പ്രസിഡന്റ് എസ് സതീഷ് ചെക്ക് ഏറ്റുവാങ്ങി. കനിവ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ജില്ലയിലാകമാനം വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് മൂവാറ്റുപുഴയിലെ കനിവ് പാലിയേറ്റീവ് എന്നുള്ളത്. വളരെ ഊർജ്ജസ്വലമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിരവധിയായിട്ടുള്ള നല്ല മനുഷ്യരുടെ പിന്തുണ കൊണ്ടാണ് കനിവ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും കനിവിൻ്റെ പേര് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുക. AP വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ PR മുരളീധരൻ, കനിവ് രക്ഷാധികാരി അഡ്വക്കേറ്റ് അനീഷ് M. മാത്യു, കനിവ് ചെയർമാൻ MA സഹീർ, സെക്രട്ടറി KK സുമേഷ്, കനിവ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ MR പ്രഭാകരൻ, എബി പോൾ, സുനിൽ മുഹമ്മദ്, EM ഷാജി, AE സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആഡംബര ബൈക്ക് മോഷ്ടിച്ച കേസിൽ 3 യുവാക്കളെ അറസ്റ്റ് ചെയ്ത കൂത്താട്ടുകുളം പോലീസ്. ആറൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ ബൈക്ക് മോഷണം നടത്തി ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടിയത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര ബൈക്ക് മോഷ്ടിച്ച കേസിൽ 3 യുവാക്കളെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു.
പൊന്നാനി പണിക്കെ വീട്ടിൽ PB മുഹമ്മദ് ഷഹൽ, പാലക്കാട് ഊരിപ്പറമ്പിൽ ജിബിൻ ബെൻഷാദ്, പട്ടാമ്പി തട്ടാരത്തൊട്ടിയിൽ TK ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ജൂലൈ 10 രാത്രി വടക്കൻ പാലക്കുഴ ഭാഗത്ത് ആനന്ദഭവൻ ഹോട്ടലിന് മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആറൂർ ഭാരത് ബെൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ ബൈക്കാണ് പ്രതികൾ കവർന്നത്. ഹോട്ടലിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനം കാണാതായതിനെ തുടർന്ന് ഉടമ കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. സംഭവ സ്ഥലത്തെയും പരിസരങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയാണ് പ്രതികളെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത്. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂലവട്ടം ഭാഗത്ത് നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയ നിലയിൽ ഒരു ആഡംബര ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇത് കൂത്താട്ടുകുളത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വാഹനമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷഹലിനെ പോലീസ് ആദ്യം പിടികൂടുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂട്ടുപ്രതികളായ ജിബിൻ ബെൻഷാദ്, ആഷിഫ് എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതും ഇവരെ കസ്റ്റഡിയിലെടുത്തതും. അറസ്റ്റിലായവരിൽ രണ്ടാം പ്രതിയായ ജിബിൻ ബെൻഷാദ് സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെ തൃത്താല, ഇൻഫോ പാർക്ക്, വളാഞ്ചേരി, ഷൊർണൂർ, പെരുമ്പാവൂർ, കാടാമ്പുഴ തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 9ഓളം കേസുകൾ നിലവിലുണ്ട്. മൂന്നാം പ്രതിയായ ആഷിഫിനെതിരെ തൃത്താല പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൂത്താട്ടുകുളം പോലീസ് അറിയിച്ചു. ആഴ്ചകളായി ഇരുട്ടിലായ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പരിസരത്ത് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആഴ്ചകളായി ഇരുട്ടിലായ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പരിസരത്ത് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രിയുടെ മുൻവശം, പ്രവേശന കവാടം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡുകൾ എന്നിവിടങ്ങളിലെല്ലാം ആഴ്ചകളായി വിളക്കുകൾ തെളിയുന്നില്ല. പലതവണ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ആശുപത്രി പരിസരം ഇരുട്ടിലായതോടെ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു.
കഴിഞ്ഞ ദിവസം കുട്ടികളുടെ വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയത് രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ എത്രത്തോളം അപകടത്തിലാണെന്നതിന് തെളിവാണെന്നും കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിലെ വെളിച്ചമില്ലായ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ അറിയിച്ചു. ആശുപത്രിയുടെ പരിസരമാകെ ഇരുട്ടിൽ ആയപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വല്ലാത്ത ശല്യം ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായി ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അടുക്കൽ ഇത് അവതരിപ്പിക്കുകയും ഇതിന്റെ ഒരു പരിഹാരം കാണണമെന്ന് പല പ്രാവശ്യം ഞങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ഇതിന് ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡിന്റെ പരിസരത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള അവസ്ഥയാണ്. ഈ റോഡ് ഏതാണ്ട് ഇരുട്ടിലായിട്ട് മാസങ്ങളായിട്ടുണ്ട്. ഇതൊരു പരിഹാരം നമ്മൾക്ക് കാണണ്ടേ? ഈ പരിഹാരം കാണാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ജനറൽ ഹോസ്പിറ്റലില് എക്സ്റേ ഇല്ലാതെയായിട്ട് മിഷൻ കംപ്ലൈന്റ് വന്നിട്ട് ആഴ്ചകളായിട്ടുണ്ട്. അതിനും ഒരു പരിഹാരം കാണണം. പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയും ഞങ്ങൾ രംഗത്ത് വരികയും വലിയ സമരങ്ങൾ ഇവിടെ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പരിപാടിയിൽ LDF കൌൺസിലർമാരായ കിഷോർ NM, റബിൻസ് ടി അലിയാർ, സജി TA, രജനി സജീവ്, അമ്പിളി ബിജു, ജയ സുഗു എന്നിവർ പങ്കെടുത്തു. ശബരി റെയിൽവേ പാതയോടുള്ള ഇടുക്കി MPയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അവഗണനയ്ക്കെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച CPIM. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സംഗമം CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ശബരി റെയിൽപാതയോടുള്ള ഇടുക്കി MPയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി CPIMന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഇടുക്കി MP ഉൾപ്പെടെ UDF MPമാരും കേന്ദ്ര സർക്കാരും UDF സർക്കാരും ശബരി പദ്ധതിയെ തിരിഞ്ഞുനോക്കാത്ത സാഹചര്യത്തിലാണ് CPIM പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധം CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ശബരി റെയിൽപാത പദ്ധതിക്കായി മുൻ LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ തുടർന്നു പോകാൻ UDF സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് S. സതീഷ് പറഞ്ഞു. ഇപ്പൊ ഈ പ്രശ്നം വന്നു. ഞങ്ങൾ ഈ സമരത്തിലൂടെ ജനശ്രദ്ധ ക്ഷണിക്കുന്ന ഈ സമരസായാഹ്നത്തിലൂടെ ഇവിടത്തെ MPയോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെടുത്ത ഈ സമീപനം കിഫ്ബി പദ്ധതിയെ ഉൾപ്പെടെ തകർക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് കൂടി ഈ സമീപനം സ്വീകരിച്ച ഘട്ടത്തിൽ ശബരി റെയിൽ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന കാര്യം ഈ നാടിനോട് പറയാൻ തയ്യാറാകണം. നിങ്ങൾക്ക് മിണ്ടാതെ പോകാൻ കഴിയില്ല. കാരണം ഈ വികസനം എന്നുള്ളത് ഈ നാടിന് അനിവാര്യമാണ്, ഈ നാടിന് വേണ്ടതാണ്. അപ്പൊ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും പാലിക്കുന്ന സമീപനം സ്വീകരിക്കുകയല്ലോ ചെയ്തിട്ടുള്ളത്, മറിച്ച് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെല്ലാം പറഞ്ഞോ അതിനെല്ലാം ഘടകവിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നു. ഇതാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് കാണുന്നു. എന്നാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇവരുടെ മുഖം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇവർ നമ്മളോട് പറഞ്ഞു, നമ്മളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് ഇടതുപക്ഷമല്ല. VD സതീശൻ ആഞ്ഞിട്ട് പറഞ്ഞു, ഇടതുപക്ഷ വോട്ടുകൾ കൂടി കിട്ടാൻ വേണ്ടിയാ. ഇവർ ഇടതുപക്ഷമല്ല, വലതുപക്ഷത്തെയായി മാറിയിരിക്കുന്നത്. ഇത് നമ്മളെ, ഞാനാണ് ഇടതുപക്ഷം, ഞങ്ങളാണ് ഇടതുപക്ഷം. കോൺഗ്രസ് പറയണം ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ്, അല്ലേ? അതല്ലേ പറഞ്ഞത്, ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ്, ഞങ്ങളാണ് ഇടതുപക്ഷം, യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞു. യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ എന്തേ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക്, സാധാരണ ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R. അനിൽകുമാർ, പുഷ്പ ദാസ്, മുൻ MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്, മുൻ MLA ആന്റണി ജോൺ, CPIM നേതാക്കളായ PM ഇസ്മായിൽ, KA ജോയി, KK ഷിബു, AA അൻഷാദ്, അനീഷ് M. മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം വാരപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ ആരംഭിച്ച മൈലൂർ കള്ളുഷാപ്പിനെതിരെ ജനരോഷം ശക്തം. ഷാപ്പ് അടച്ചുപൂട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ. വാരപ്പെട്ടി പഞ്ചായത്തിലെ 7ാം വാർഡിലെ മൈലൂരിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം.
ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ദിവസേന ഇവിടെ എത്തുന്നുണ്ട്. ഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചാൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തുകയും മദ്യപാനവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും വർദ്ധിക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രായമായ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവർ ഈ വീട് ഷാപ്പിനായി വാടകയ്ക്ക് എടുത്തതെന്നും മക്കളായ തങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവില്ലെന്നും മകൾ രാജമ്മ പറഞ്ഞു. അച്ഛനെ ഇത് വഞ്ചിച്ച് ഒപ്പിടിച്ചതാണെന്നും പിന്നെ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ഒപ്പിടിച്ചതും. പിന്നെ ഞങ്ങളിത് അറിഞ്ഞത് ഇവിടുന്ന് അയൽവാസികൾ കള്ളു ഇവിടെ കൊണ്ടുവച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞത്. അവർ ഫോൺ വിളിച്ചപ്പോഴാണ്. അപ്പോൾ അച്ഛൻ ആർക്കാ ഇത് ഒപ്പിട്ട് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ മേശപ്പുറത്തൊരു തുണ്ടുകടലാസ് ഇരിപ്പുണ്ട്, അതിനകത്ത് പേരും ഫോൺ നമ്പറും ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് ആ ഫോൺ നമ്പറിൽ വിളിച്ചാണ് ഈ വിവരം ഞാൻ അറിയണത്. ഞങ്ങൾ രണ്ട് മക്കളുണ്ട്, 2 മക്കളും ഇത് അറിഞ്ഞിട്ടില്ല. 2 മക്കളോട് ഒരു കാര്യം ചോദിക്കുമോ, ഇതിന് എഗ്രിമെൻ്റ് എന്നാന്നോ ഇത് ആർക്കാ എഴുതി കൊടുത്തേക്കണമെന്നോ ഒപ്പിട്ടത് എന്നാന്നോ അറിഞ്ഞില്ല. അച്ഛൻ പറയണത് വെള്ള പേപ്പറിലാണ് ഒപ്പിട്ടത്, പിന്നെ മുദ്രപത്രം കൊണ്ട് വരും, അന്നേരം നല്ല പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത ഈ ഷാപ്പ് കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാമെന്നും ഷാപ്പ് അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട് 23-ാം തീയതി തുടങ്ങിയ സമരമാണ്. ഈ കാര്യം ഇത്ര ദിവസമായി ഇതിന് യാതൊരു പോംവഴിയും ഒരു റദ്ദായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെയും കളക്ടറിനെയും എല്ലാവർക്കും ജോയിൻറ്റ് കമ്മീഷണർ എല്ലാവർക്കും ഞങ്ങൾ പരാതി കൊടുത്തു. പിന്നെ പോലീസ് സ്റ്റേഷനിലും കോതമംഗലം എക്സൈസിനും ഒക്കെ പരാതി കൊടുത്തതിന് യാതൊരു നീക്കുപോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല നിലവിൽ. ഈ ഷാപ്പിന് യാതൊരുവിധ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ പഞ്ചായത്തിൽ നിന്നോ ഒന്നും യാതൊരു അനുമതി ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. ഈ ഷാപ്പ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും മുകളിലേക്ക് പോകില്ല, താഴെയാണ്. ചാണകം കൊണ്ട് മെഴിയൊരു തറയാണ് ഉള്ളിൽ. ഒരു ഷാപ്പ് എന്ന് പറഞ്ഞാൽ അത് ടൈലിടണമെന്നുണ്ട്, വാഷ് ബേസിൻ വേണം, ബാത്റൂം വേണം, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാകും, സ്റ്റോർ റൂം വേണം, ഇതെല്ലാം വേണം. പക്ഷേ ഇതിനകത്ത് ഇതൊന്നുമില്ല. നമ്മൾ ഈ പരാതി കൊടുത്ത ജോയിന്റ് എക്സൈസ് കമ്മീഷണർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, കോതമംഗലം എക്സൈസ് ഓഫീസർ, പോലീസ് സ്റ്റേഷൻ ഇവരാരും ഇതേവരെ നമുക്ക് അനുകൂലമായിട്ട് ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് അനുകൂലമായി നല്ല നടപടി എടുക്കുന്നത് വരെ നമ്മൾ എന്തായാലും ഈ സമരം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് നാട്ടുകാർ ഉറച്ച തീരുമാനം. ഒരു വെള്ളക്കടലാസ് കൊണ്ടുവന്ന് 2 ഒപ്പിടാൻ പറഞ്ഞെന്നും കള്ളു വിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലെന്നും എത്രയും വേഗം വീട് ഒഴിഞ്ഞു തരണമെന്നും കെട്ടിടയുടമ അയ്യപ്പൻ പറഞ്ഞു. ഒരു വെള്ളക്കടലാസ് കൊണ്ടുവന്ന് 2 ഒപ്പിടാൻ പറഞ്ഞിട്ടു. 3ാമത് വന്നപ്പോഴാണ് പറഞ്ഞത് വാടകയ്ക്ക് തരാമണതിന് വാടകയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. 2 കള്ളു വിൽക്കുന്നതിനും പറഞ്ഞിട്ടില്ല. താമസിക്കാനായിട്ടാണ് കൊടുത്തത്. അതെ. പിന്നെ അറിയണത് കള്ളുഷാപ്പാണെന്നുള്ള പിന്നീട് അറിയണത് അല്ലേ? അതൊക്കെ അവർ സ്വന്തമായി എഴുതിയിട്ടുണ്ടാക്കിയതല്ലേ. 2 പേരും മനുഷ്യനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒപ്പിട്ട പേപ്പർ വായിച്ചു നോക്കിയായിരുന്നോ? ഇല്ല, എനിക്ക് എഴുത്തറിയാൻ പാടില്ല. വേറെ ആരും വീട്ടിലില്ലായിരുന്നു. പിന്നെ ആശുപത്രി പോയി കുറഞ്ഞു. ഇനി എന്താ പരിഹാരം ഇതിന് വേണ്ടേ? ഈ സ്ഥലം ഒഴിവാക്കിയിട്ടില്ല. ഇത് സന്ധ്യയപ്പോഴൊന്ന് കിടക്കാമെന്ന് തോന്നിയാൽ കിടക്കണ്ടേ. യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ ഷാപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും ഷാപ്പ് ഇവിടെ നിന്ന് മാറ്റുന്നതുവരെ നാട്ടുകാർക്കൊപ്പം നിന്ന് പോരാട്ടം തുടരുമെന്നും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് പറഞ്ഞു. പോലീസും എക്സൈസും ഷാപ്പ് ഉടമസ്ഥരുടെ ഒരു ചട്ടുകമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ജനങ്ങളോടൊപ്പം നിന്നുള്ള ഈ പോരാട്ടത്തിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇനി ശക്തമായി മുന്നോട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോതമംഗലം MLA ശ്രീ ഷിബു തെക്കുംപുറവും നാട്ടുകാരും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഒന്നടങ്കം ഈ ഷാപ്പ് ഇവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് ഈ ലക്ഷ്യം സാധ്യമാവുകയോ അതോടൊപ്പം ഏറ്റവും മുൻപന്തിയിൽ നമ്മളെല്ലാവരും നിന്ന് ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതെന്ന് ഷാപ്പിന്റെ ചുമതലക്കാർ അറിയിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ വാഴപ്പിള്ളി നെല്ലിക്കൽ NA പൗലസ് 83 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 12-ന് കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. ഭാര്യ അന്നക്കുട്ടി, വോണ്ടുവഴിയിൽ പരണായിൽ കുടുംബാംഗം. മക്കൾ നോബി, നോജി. മരുമക്കൾ ലിജ, അഞ്ജു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.